അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ നബിയ്യിനാ വഹബീബിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ബഹുമാന്യരായ സഹോദര സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ഒരുമിച്ച് കൂടൽ ഒരു അനുഗ്രഹീതമായ ബർക്കത്തുള്ള കർമ്മമാക്കി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. നമ്മുടെ ഈ സമയം മുഴുവനും അല്ലാഹു നമ്മുടെ മേൽ ബർക്കത്തും അവന്റെ എല്ലാവിധ ഐശ്വര്യങ്ങളും ചൊരിയുമാറാവട്ടെ. പടച്ചവന്റെ അനുഗ്രഹത്താൽ തന്നെയാണ് നമ്മൾ വീണ്ടും ഒരു ഒരുമിച്ച് കൂടലിന് കൂടെ നമുക്ക് അവസരം കിട്ടിയിരിക്കുകയാണ്. നമ്മുടെ ഖുർആനിക പഠനത്തില് നമ്മൾ 2 സൂറകൾ എടുത്തു കഴിഞ്ഞു. അതിലെ സൂറത്തു നബഅ പഠിച്ചു, സൂറത്തു നാസിആത്ത് പഠിച്ചു. സൂറത്തു നാസിആത്ത് നമ്മൾ കഴിഞ്ഞ ദിവസം അത് പൂർത്തിയാക്കി. അതിനെ സംബന്ധിച്ചുള്ള ഒരു പരീക്ഷകളും ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം ഇൻഷാ അല്ലാഹ് അത് നമുക്ക് ആലോചിച്ച് ചെയ്യാവുന്നതാണ്. ഏതായാലും നമ്മുടെ MEPയുടെ ഈ കൂട്ടായ്മയിൽ അടുത്ത് തന്നെ നമുക്കൊരു എക്സാമും കാര്യങ്ങളെല്ലാം വരും. അപ്പൊ അതിനനുസരിച്ച് നമുക്ക് ബാക്കി കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് ആലോചിക്കാം. ഇന്ന് നമുക്ക് ഞാനൊരു യാത്രയിലായിരുന്നു, യാത്രക്കിടയിൽ നിന്ന് കയറുകയാണ്. അപ്പൊ നമുക്ക് അതിൻ്റെതായ കുറെ അസ്വസ്ഥതകൾ ഒരു പക്ഷെ ക്ലാസ്സിൽ വന്നേക്കാം. എന്നായിരുന്നാലും നമുക്ക് പുതിയ സൂറത്ത് അബസ എന്ന അധ്യായം നമുക്ക് തുടങ്ങാം. അള്ളാഹു നമ്മെ തുണക്കുമാറാവട്ടെ. ഞാന് ഒരു പടച്ചവന്റെ ബർക്കത്തിന് വേണ്ടി തന്നെ നമ്മൾ ആദ്യം ഒരു 4-5 ആയത്തുകൾ ഇൻഷാ അല്ലാഹ് നമുക്ക് വായിച്ചുകൊണ്ട് ഓതിയിട്ട് അതിന്റെ അവതരണവും മറ്റു കാര്യങ്ങളെല്ലാം നമുക്ക് വിശദീകരിക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അബസ വതവല്ലാ അൻ ജാഅഹുൽ അഅ്മാ വമാ യുദ്രീക ലഅല്ലഹു യസ്സക്കാ ഔ യദ്ദക്കറു ഫതൻഫഅഹു الذിക്റാ അമ്മാ മനിസ്തഗ്നാ ഫഅൻത ലഹു തസദ്ദാ വമാ അലൈക അല്ലാ യസ്സക്കാ വഅമ്മാ മൻ ജാഅക യസ്ആ വഹുവ യഖ്ശാ ഫഅൻത അൻഹു തലഖാ കല്ലാ ഇന്നഹാ തദ്കിറാ ഫമൻ ശാഅ ദക്കറ. അവിടെ നിൽക്കട്ടെപ്പോ നിങ്ങൾ എന്റെ കൂടെ പറയണേ. അബസ വതവല്ലാ. ഒന്നുകൂടെ മനസ്സിൽ പറഞ്ഞോളിട്ട് എല്ലാരും ഉറക്കെ പറയണേ. അബസ വതവല്ലാ അൻ ജാഅഹുൽ അഅ്മാ അൻ ജാഅഹുൽ അഅ്മാ. പറയ്. അൻ ജാഅഹുൽ അഅ്മാ അബസ വതവല്ലാ അൻ ജാഅഹുൽ അഅ്മാ വമാ യുദ്രീക ലഅല്ലഹു യസ്സക്കാ. അവിടെ ശ്രദ്ധിച്ചോ? ലഅല്ലഹു എന്ന് കഴിഞ്ഞിട്ടുണ്ട് ഒരു ചെറിയൊരു വാവിട്ട് കൊടുത്തിരിക്കണേ. അതെന്തിനാന്ന് വെച്ചാൽ നമ്മൾ അവിടെ ചെറുതായിട്ടൊന്ന് നീട്ടി കൊടുക്കാനാണ് കേട്ടോ. വമാ യുദ്രീക ലഅല്ലഹു യസ്സക്കാ. ഒന്നുകൂടെ പറയും. വമാ യുദ്രീക ലഅല്ലഹു യസ്സക്കാ ഔ യദ്ദക്കറു ഫതൻഫഅഹു الذിക്റാ ഔ യദ്ദക്കറു ഫതൻഫഅഹു الذിക്റാ. ഒന്നുകൂടെ. അപ്പൊ എന്തായി? അബസ വതവല്ലാ അൻ ജാഅഹുൽ അഅ്മാ
വമാ യുദ്രീക ലഅല്ലഹു യസ്സക്ക ഔ യദ്ദക്കറു ഫതൻഫഅഹു ദിക്റാ അമ്മാ മനിസ്തഗ്ന. പറഞ്ഞു നോക്കിയേ. അമ്മാ മനിസ്തഗ്ന ഫഅൻത ലഹു തസദ്ദാ فأنت له تصدى أما من استغنى فأنت له تصدى وما عليك ألا يزكى وما عليك ألا يزكى وأما من جاءك يسعى وأما من جاءك يسعى ഒന്നുകൂടെ. وأما من جاءك يسعى وهو يخشى أما من جاءك يسعى وهو يخشى فأنت عنه تلهى فأنت عنه تلهى كلا إنها تذكرة فمن شاء ذكرى كلا إنها تذكرة فمن شاء ذكرى. അപ്പൊ ഇനി ഒരു പ്രാവശ്യം കൂടി ഒന്ന് വായിക്കേ. അബസ വതവല്ല അൻ ജാഅഹുൽ അഅമ വമാ യുദ്രീക ലഅല്ലഹു യസ്സക്ക ഔ യദ്ദക്കറു ഫതൻഫഅഹു ദിക്റാ അമ്മാ മനിസ്തഗ്ന فأنت له تصدى وما عليك ألا يزكى وأما من جاءك يسعى وأما من جاءك يسعى وهو يخشى فأنت عنه تلهى كلا إنها تذكرة فمن شاء ذكرى. സഹോദരങ്ങളെ, നമുക്കൊന്നുകൂടി വായിക്കാം. അതിനു മുമ്പ് അർത്ഥം ഞാൻ പറഞ്ഞു തരുന്നതിന് മുമ്പ് ഇതിനൊരു അവതരണ പശ്ചാത്തലമുണ്ട്. ആ അവതരണ പശ്ചാത്തലവും അതിൻ്റെ ഉള്ളടക്കവും നമുക്കൊന്ന് ശ്രദ്ധിച്ചത് അതിൻ്റെ അർത്ഥത്തിലേക്ക് ഞാൻ തിരിച്ചു വരാം ഇൻഷാ അല്ലാഹ്. ഒന്ന് നോക്കൂ. ഇതിൻ്റെ പേര് കൊടുത്തിട്ടുള്ളത് അബസ എന്ന വാക്കാണ്. പ്രാരംഭ പദമായ അബസയാണ് ഈ സൂറത്തിന്റെ നാമമായി നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളത്. ഇനി അതിൻ്റെ ഒരു അവതരണ പശ്ചാത്തലം എന്ന് പറയുന്നത് നിങ്ങൾക്കൊക്കെ അറിയാവുന്നതുപോലെ കണ്ടോ അവിടെ എഴുതിയിട്ടുണ്ട്. ആ എഴുതിയത് ഞാൻ വായിച്ചു തരുന്നതിന് മുമ്പ് ഈ ഏറെക്കുറെ മുഴുവൻ ഖുർആൻ വ്യാഖ്യാതാക്കളും ഹദീസ് പണ്ഡിതന്മാരും ഏകകണ്ഠമായി ഈ സൂറയുടെ ഒരു അവതരണ നിമിത്തം പറഞ്ഞു തരുന്നത്, ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബിയുടെ സന്നിധിയില് മക്കയിലെ ചില പ്രമാണിമാര്, ആ പ്രമാണിമാരുടെ പേരുകള് നമുക്ക് ചരിത്രങ്ങളിൽ കാണാം. ആ പ്രമാണിമാരെന്ന് പറയുന്നത് ഇസ്ലാമിന്റെ ബദ്ധ വൈരികളായ കഠിന ശത്രുക്കളായ ഉത്ബ, ഷൈബ, അബൂജഹല്, ഉമയ്യത്ത് ബിൻ ഖലഫ്, ഉബയ്യ് ബിൻ ഖലഫ്. കേട്ടോ, പേര് കിട്ടിയാലോ. ഇത്രയും ആളുകൾ ആയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുമായി ഇങ്ങനെ ഇസ്ലാമിക പരമായ കാര്യങ്ങൾ ചർച്ച ചെയ്ത്
അവരെ ഇസ്ലാമിലേക്കൊന്ന് ക്ഷണിച്ചു കൊണ്ടുവരാൻ ഉള്ള ഒരു ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവർക്കാണെന്നുണ്ടെങ്കിൽ ഇസ്ലാം എന്നത് കേൾക്കുന്നത് തന്നെ അരോചകമായ വെറുപ്പിന്റെ ആളുകളാണ്, ഇസ്ലാമിന്റെ കഠിന ശത്രുക്കളാണ് ഇവർ. ഇനി ഈ സമയത്ത് രണ്ട് കണ്ണും കാണാത്ത, എന്നാൽ ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട് എന്ന് പറയുന്നു, അതോ ഇസ്ലാമിനെ കുറിച്ച് നന്നായി പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ് എന്നും പറയുന്നുണ്ട്. ഏതായിരുന്നാലും ഒരു ഇസ്ലാമിലേക്ക് ഇങ്ങോട്ട് പ്രവേശിച്ചു വന്ന ഉമ്മി മക്തും, അബ്ദുല്ലാഹിബിന് ഉമ്മി മക്തും, അവിടെ പേരെഴുതിയിരിക്കുന്നത് കണ്ടോ, അബ്ദുല്ലാഹിബിന് ഉമ്മ മക്തൂം റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് കടന്നു വന്നു. ആ കടന്നു വന്ന സമയത്ത് ഞാൻ ഇദ്ദേഹത്തിന്റെ ചരിത്രങ്ങൾ ഒന്നുകൂടി പറഞ്ഞു തരണ്ട്. കാരണം ഖദീജ ബീവിയുടെ ഒരു ബന്ധുവായി വരാവുന്ന, നബിക്ക് വളരെ പരിചയമുള്ള, കുടുംബപരമായിട്ട് കുറച്ചൊക്കെ ഒരു ബന്ധമുള്ള ഒരാളാണ് ഇദ്ദേഹം. അപ്പൊ ഇദ്ദേഹം കടന്നു വന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്യുമെന്ന് വെച്ചാല്, ഒരു ചെറിയ ഒരു അവഗണന എന്തോ മുഖത്ത് വന്നു എന്ന് പറയുന്നു. ഏതായാലും നമുക്കത് വിശദീകരിക്കാം. ഇതിന് വേറെയും നിലക്കുള്ള ചില വ്യാഖ്യാനങ്ങൾ പണ്ഡിതന്മാർ കൊടുക്കുന്നുണ്ട്. അതും എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഏതായാലും ഇദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നിട്ട്, റസൂലെ, എനിക്ക് നിങ്ങൾ എൻ്റെ അന്ധത നിമിത്തം, അല്ല, അദ്ദേഹത്തിന്റെ ഈ കണ്ണു കാണായ്മ നിമിത്തം സാഹചര്യം എന്താണെന്ന് അദ്ദേഹത്തിന് അറിയില്ല, എന്നാലും എനിക്ക് മാർഗദർശനം നൽകണം, എനിക്ക് എന്തെങ്കിലുമൊക്കെ പഠിപ്പിച്ചു തരണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നബിയുടെ സദസ്സിലേക്ക് വന്നപ്പോ സ്വാഭാവികമായും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ചെറിയ നിലക്കുള്ള ഒരു എന്തോ ആ പശ്ചാത്തലം അള്ളാഹുവിന്റെ റസൂലിന് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായില്ല എന്നാണ് ചരിത്രം പറയുന്നത്. ഏതായാലും നമുക്ക് നോക്കാം. ഒരു റസൂലിനെ ആക്ഷേപിക്കുന്ന തരത്തിലോ ഒന്നും അല്ല അത്. എന്നിരുന്നാലും ഇദ്ദേഹത്തിന്റെ സാന്നിധ്യം അത്ര ഇഷ്ടപ്പെടാത്ത വിധത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ നിന്ന് എന്തോ ഒരു ചെറിയൊരു അവഗണന ഈ ആഗതന് വന്നു എന്ന് ചരിത്രം പറയുന്നു. ആ സമയത്താണ് എന്ത് ചെയ്യുന്നറിയോ, ഈ സൂറ അവതരിപ്പിക്കപ്പെടുന്നത് എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് ഇനി അതിന്റെ ഓരോ സന്ദർഭങ്ങളിലും നമുക്ക് എന്ത് ചെയ്യാന്നറിയോ, ഇതിന്റെ കാര്യങ്ങൾ നമുക്ക് നന്നായിട്ട് പഠിക്കാം. കൂടെ ഇതിന്റെ ഉള്ളടക്കം തന്നെ നമുക്ക് മനസ്സിലാക്കണം. ഒരു കണ്ണ് കാണാത്ത ഒരാളെ അവഗണിച്ച് ഖുറൈശി പ്രമാണിമാരെ പരിഗണിച്ചതിന്റെ പേരിൽ അള്ളാഹുവിന്റെ റസൂലിനെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹു ഒരു ചെറിയ ശാസന കൊടുത്തു എന്നതാണ് ഈ സൂറയുടെ അവതരണ പശ്ചാത്തലമെങ്കിൽ എന്നാണ് നമ്മൾ പറയാറുള്ളത് കേട്ടോ. എന്നാൽ നമ്മൾ നോക്കുക, ഈ സൂറ മൊത്തത്തിൽ എടുത്ത് പഠിച്ചു നോക്കിയാല് ആക്ഷേപം യഥാർത്ഥത്തിൽ ഖുറൈശി പ്രമാണിമാരുടെ നേരെയാണെന്ന് മനസ്സിലാവും. അവര് അഹന്തയും ധിക്കാരവും സത്യനിഷേധവും മൂലം പ്രവാചകന്റെ സത്യപ്രബോധനത്തെ നിസ്സാരമാക്കി തള്ളിക്കളയുന്നതിന്റെ പേരിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സത്യപ്രബോധനത്തിന്റെ ശരിയായ രീതി പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്യാണ്. അതോടൊപ്പം ദൗത്യ നിർവഹണത്തിന്റെ ആദ്യ നാളുകളിൽ അദ്ദേഹം അവലംബിച്ചിരുന്ന രീതി തെറ്റാണെന്ന് ബോധ്യപ്പെടുത്തുന്നുമുണ്ട്. കാരണം പ്രമാണിമാരും വിശിഷ്ടരും ഈ അന്ധനെ, കണ്ണു കാണാത്തവനെ അധമനായി കരുതിയിരുന്നത് കൊണ്ടല്ല ഖുറൈശി നേതാക്കളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരിഗണിച്ചിരുന്നത്. മഅദല്ലാഹ് അങ്ങനെയല്ലട്ടോ. മറിച്ച് ഒരു പ്രബോധകൻ തൻ്റെ പ്രബോധന പ്രവർത്തനം തുടങ്ങുമ്പോൾ സ്വാഭാവികമായും സമൂഹത്തിലെ സ്വാധീന ശക്തിയുള്ള ആളുകൾക്ക് ഒരു ചെറിയ മുൻഗണന കൊടുക്കുന്നു, അല്ലെ? എന്തിന്? മേലേക്കിടയിലുള്ള ആളുകൾ ഈ ആശയം സ്വീകരിക്കുകയാണെങ്കിൽ പിന്നെ ബാക്കി കാര്യം എളുപ്പമാകുമല്ലോ എന്ന നിലക്കാണത്. സ്വാധീന ശക്തിയില്ലാത്ത ദുർബലരും
നിരാലംബരുമായ സാധാരണക്കാരിൽ ഈ സന്ദേശം പ്രചരിപ്പിച്ചതുകൊണ്ട് സമൂഹത്തിൽ കാര്യമായ മാറ്റം വളരെ പെട്ടെന്നുണ്ടാവില്ല. ഏതാണ്ടൊരു ഈ ഒരു നിലപാടാണ് ആദ്യകാലത്തെ പ്രബോധന പ്രവർത്തനങ്ങളിൽ ഈ സന്ദർഭത്തിൽ റസൂലുള്ളാഹിന്റെ അടുക്കൽ വന്നത്. ഇതിന്റെ പ്രചോദനം എന്താണ്? ഇതിന്റെ പ്രചോദനം എന്താണ്? സത്യത്തില് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ തികഞ്ഞ ആത്മാർത്ഥതയും സത്യപ്രബോധന വികാരാണ് റസൂലുള്ളാഹിക്ക് ഉണ്ടായിരുന്നത്. അല്ലാതെ നേതൃപ്രമാണിമാരൊക്കെ വിശിഷ്ടരും പാവപ്പെട്ടവരൊക്കെ എന്താണ് ഇതിന്റെ ഇടയിൽ കൂടെ ഇങ്ങനെ ശബ്ദം വരുന്നത്? നമ്മളുടെ ആളുകൾ ഒന്നുകൂടി ശ്രദ്ധിക്കും. മൈക്ക് ഓൺ ആണ്, ഒന്ന് ഓഫ് ചെയ്യോ? ഞാൻ പറഞ്ഞ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇങ്ങനെ ഒരു പ്രചോദനം വന്നത് എന്താന്ന് ചോദിച്ചാൽ സത്യപ്രബോധനത്തോടുള്ള നബിയുടെ ആത്മാർത്ഥതയാണത്. അല്ലാതെ നേതൃപ്രമാണിമാരൊക്കെ വിശിഷ്ടരും പാവപ്പെട്ടവരൊക്കെ അധമരുമാണെന്നുള്ളൊരു സങ്കല്പം പുലർത്തിയിരുന്നത് കൊണ്ടല്ല. പക്ഷെ അള്ളാഹു അദ്ദേഹത്തെ പഠിപ്പിക്കുന്നത് ഇതല്ല പ്രബോധന രീതി. ഈ പ്രബോധനത്തിന്റെ വീക്ഷണത്തിൽ സത്യാന്വേഷകനായ ഏത് മനുഷ്യനും പ്രാധാന്യമുണ്ട്. അവൻ അവശനാണോ, സ്വാധീനമില്ലാത്തവനാണോ, അവൻ ആർത്തനാണോ എന്നൊന്നും പ്രസക്തമല്ല. സത്യത്തെ വിലമതിക്കാത്ത ഒരാള് അവൻ ആരായാലും അവൻ അപ്രധാനരാണ്. സമൂഹത്തിൽ അവർക്കുള്ള സ്ഥാനങ്ങൾ എത്ര വലുതാണെങ്കിലും ശരി, അള്ളാഹുവിന്റെ അടുക്കൽ അവരെ അപ്രധാനരാണ്. അതുകൊണ്ട് താങ്കൾ ഇസ്ലാമിക ആദർശങ്ങൾ എല്ലാവരെയും ഉറക്കെ കേൾപ്പിക്കുക. എങ്കിലും സത്യം സ്വീകരിക്കാനുള്ള സന്നദ്ധത ആരിൽ കാണപ്പെടുന്നുവോ അവരാണ് യഥാർത്ഥത്തിൽ താങ്കളുടെ ശ്രദ്ധയർഹിക്കുന്ന ആളുകൾ. സ്വന്തം വമ്പില് നെഗളിച്ചുകൊണ്ട് അവർക്ക് താങ്കളെയല്ല, പ്രത്യുത താങ്കൾക്ക് അവരെയാണ് ആവശ്യമെന്ന് കരുതുന്ന ആത്മവഞ്ചിതരുടെ മുമ്പിൽ ഈ സന്ദേശം സമർപ്പിക്കരുത്. അത് താങ്കളുടെ പ്രബോധനത്തിന്റെ ഉന്നതമായ നിലവാരത്തിന് ചേർന്നതല്ല. ഇതെല്ലാമാണ് ഈ സൂറയുടെ തുടക്കം മുതൽ 16-ാമത്തെ ആയത്ത് വരെയുള്ള വചനങ്ങളുടെ പ്രമേയം. തുടർന്ന് 17-ാമത്തെ ആയത്ത് മുതൽ ആക്ഷേപത്തിന്റെ മുഖം പ്രവാചക സന്ദേശത്തെ തള്ളിക്കളഞ്ഞ സത്യനിഷേധികളിലേക്ക് നേരിട്ട് തിരികെയാണ്. അതിലാദ്യമായി സൃഷ്ടാവും പരിപാലകനും അന്നദാതാവുമായ റബ്ബിനോട് അവരനുവർത്തിക്കുന്ന സമീപനത്തെ കുറ്റപ്പെടുത്തിയിരിക്കുകയാണ്. ഒടുവിൽ അവരെ താക്കീത് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന അന്ത്യനാളിൽ എന്തുമാത്രം ഭയാനകമായ പരിണതിയാണ് അവർക്ക് നേരിടേണ്ടി വരിക എന്നും താക്കീത് ചെയ്യുകയാണ്. ഇപ്പോ നിങ്ങൾക്ക് മനസ്സിലായല്ലോ, ഇതാണ് നമ്മുടെ സൂറത്തിന്റെ ഉള്ളടക്കം. ഇൻഷാ അല്ലാഹ് ഇത് വെച്ചുകൊണ്ട് ഇനി നമുക്ക് അർത്ഥത്തിലേക്കൊന്ന് വന്നു നോക്കിയേ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അബസ. അബസ എന്ന് പറഞ്ഞാൽ നെറ്റി ചുളിക്കുക, മുഖം ചുളിക്കുക എന്നതിനൊക്കെയാണ് അബസ എന്ന് അറബിയിൽ പറയുക. അബസ വതവല്ല. അബസ മുഖം ചുളിച്ചു തിരിഞ്ഞു കളയുകയും ചെയ്തുവല്ലോ. അദ്ദേഹം നെറ്റി ചുളിച്ച് തിരിഞ്ഞു കളഞ്ഞുവല്ലോ. അൻജാഅഹു അൽ അഅ്മ. അഅ്മ എന്ന് പറഞ്ഞാൽ കണ്ണ് കാണാത്ത ആള്, അന്ധൻ. അൻജാഅഹു ജാഅ വന്നു, ജാഅൽ അഅ്മ അന്ധനായ ആള് വന്നു. അൻജാഅൽ അഅ്മ അന്ധനായ ആ ആൾ വന്നതിനാൽ ഇവിടെ എന്തുണ്ട്? അൻജാഅഹു അദ്ദേഹത്തിന്റെ അടുക്കൽ അൽ അഅ്മ അഅ്മ വന്നതിനാൽ, ആ അന്ധൻ തന്നെ സമീപിച്ചതിന്റെ പേരിൽ അവർ നെറ്റി ചുളിഞ്ഞ് തിരിഞ്ഞു കളഞ്ഞുവല്ലോ. കിട്ടിയോ?
ഒന്നുകൂടി നോക്കിയേ. അബസ, അദ്ദേഹം നെറ്റി ചുളിച്ചു, മുഖം ചുളിച്ചു. വതവല്ല, തിരിഞ്ഞു കളയുകയും ചെയ്തു. അൻ ജാഅഹു, അദ്ദേഹത്തിന്റെ അടുക്കൽ വന്നതിനാൽ. എന്ന് പറഞ്ഞ ആൽ എന്നാണ്. അല്ല അമ്മ, ആര്? ഈ അന്ധനായ കണ്ണ് കാണാത്ത ഇവർ നബി ഇദ്ദേഹത്തിന്റെ അടുക്കൽ വന്നതിനാൽ അദ്ദേഹം മുഖം ചുളിച്ചു, തിരിഞ്ഞു കളയുകയും ചെയ്തു. ഇനി നമുക്ക് വിശദീകരിക്കാട്ടോ. ഞാൻ ഇനി ഇതിന്റെ വേറൊരു ഭാഗത്തേക്ക് പോകുക. ഒരു പ്രയാസവും വേണ്ട, എല്ലാം മനസ്സിലാക്കിയിട്ട് പോയാൽ മതി നമുക്ക്. വമായുദിരീക അല്ലഹു യസ്സക്ക. വമായുദിരീക, അദ്റ, മനസ്സിലാവുക, അറിയുക. അദ്റാക്ക, അദ്റാ യുദിരി, യുദിരീക, നിങ്ങൾക്ക് മനസ്സിലാകുന്നു, നിങ്ങൾ അതാ നിനക്ക് അറിയാം. വമായുദിരീക, നിങ്ങൾക്ക് എന്തറിയാം? ലഅല്ലഹു, അദ്ദേഹം ആയിത്തീർന്നെങ്കിലോ. യസ്സക്ക, ഇസ്സക്ക എന്ന് പറഞ്ഞാല് നേരെ അർത്ഥം വിശുദ്ധി ഉൾക്കൊള്ളുക, പരിശുദ്ധിയെ സ്വീകരിക്കുക, പരിശുദ്ധി പ്രാപിക്കുക. നിനക്കെന്തറിയാം? ഒരു വേള അയാൾ വിശുദ്ധി ആർജിച്ചേക്കാം. ബസ, മുഖം ചുളിച്ചു. വതവല്ല, തിരിഞ്ഞു കളഞ്ഞു. അൻ ജാഅഹുൽ അഅമ, അദ്ദേഹത്തിന്റെ അടുക്കൽ ആ കണ്ണ് കാണാത്ത ആൾ വന്നതിന്റെ പേരിൽ. വമായുദിരീക ലഅല്ലഹു യസ്സക്ക, നിങ്ങൾക്ക് എന്തറിയാം? ഒരു വേള അയാൾ വിശുദ്ധി പ്രാപിച്ചേക്കാമല്ലോ. ഔ, അല്ലെങ്കിൽ യദ്ദക്കറു, ആ ഉപദേശം അദ്ദേഹം സ്വീകരിക്കുകയും അങ്ങനെ തൻഫഅഹു, അദ്ദേഹത്തിന് ഫലപ്പെടുകയും ഉപകാരപ്പെടുകയും ചെയ്തേക്കാമല്ലോ. അദ്ദിക്റ, ഈ ഉപദേശം. മനസ്സിലായോ? അദ്ദേഹം ഉപദേശം ശ്രദ്ധിക്കുകയും അതയാൾക്ക് പ്രയോജനപ്പെടുകയും ചെയ്തേക്കാം. അങ്ങനെ ചെയ്യാൻ സാധ്യത ഉണ്ടോ ഇല്ലേ എന്നുള്ളത് നിങ്ങൾക്ക് എങ്ങനെയാണ് അറിയുക? നിങ്ങൾക്കറിയില്ലല്ലോ. എന്നിട്ടോ ഇനി അതിന്റെ രണ്ട് ഭാഗം കൂടി വിശദീകരിച്ചു തരികയാണ് കേട്ടോ. അമ്മാ മൻ, എന്നാൽ ഏതൊരുത്തൻ. അമ്മാമൻ, അപ്പോൾ ഏതൊരുത്തൻ. ഇസ്തഗ്ന, സ്വയം പോന്നവനായി ചമഞ്ഞു. അതാണ് ഇസ്തഗ്ന എന്ന് പറഞ്ഞാൽ. ഇസ്തഗ്ന, സ്വയം പോന്നവനായി, സ്വയം ധനികനായി, സ്വയം വലിയവനായി ചമയുക. അപ്പോൾ ഏതൊരുത്തൻ സ്വയം വലിയവനായി ചമഞ്ഞോ. ഫഅൻത, നിങ്ങൾ ചെയ്തെന്തറിയോ? അപ്പോൾ നിങ്ങൾ ലഹു, അയാൾക്ക് തസ്വദ്ദ, എന്ത് കൊടുക്കുന്നു? ചെവി കൊടുക്കുന്നു, ശ്രദ്ധ കൊടുക്കുന്നു. നിങ്ങൾ അയാളിലേക്ക് തിരിഞ്ഞു നിൽക്കുന്നു. സ്വയം പോന്നവനായി ചമയുന്നവനാരോ അവനെയാണ് താങ്കൾ ശ്രദ്ധിക്കുന്നത്. അല്ല, അടുത്തത് വമാ അലൈക, നിങ്ങൾക്കെന്താണ്? അൻ ലാ യസ്സക്ക, അയാള് പരിശുദ്ധി പ്രാപിക്കാതെ പോയാൽ, പരിശുദ്ധി പ്രാപിക്കാതിരുന്നാൽ നിങ്ങൾക്കെന്ത് ബാധ്യതയാണുള്ളത്? ഇത് വളരെ ഗൗരവമുള്ള ഒരു ചോദ്യമാണ് കേട്ടോ. വമാ അലൈക അല്ലാ യസ്സക്ക, സ്വയം പോന്നവനായി ചമയുന്നവനാരോ. ഫഅൻത ലഹു തസദ്ദ, അവനെയാണ് താങ്കൾ ശ്രദ്ധിക്കുന്നത്. വമാ അലൈക അല്ലാ യസ്സക്ക, അവൻ നന്നായില്ലെങ്കിൽ നിങ്ങൾക്കെന്തേ? എന്നാൽ അമ്മാമൻ, അപ്പോൾ ഏതൊരുത്തൻ. ജാഅ, അവൻ വന്നു. ക, നിങ്ങളുടെ അടുക്കൽ.
യസ്ആ, സആ യസ്ആ എന്ന് പറഞ്ഞാല് ഓടിക്കതച്ചുകൊണ്ട്, പാഞ്ഞുകൊണ്ട്, ഉത്സാഹപൂർവം താങ്കളുടെ അടുക്കൽ ഓടിയെത്തിയ ഒരു മനുഷ്യനുണ്ടല്ലോ. വഹുവ യഖ്ശ, അദ്ദേഹം എങ്ങനെയാണ്, അയാളുടെ അവസ്ഥ എങ്ങനെയാണ്? വഹുവ, അദ്ദേഹം യഖ്ശ, അള്ളാഹുവിനെ ഭയപ്പെടുകയും ചെയ്യുന്നു. താങ്കളുടെ അടുക്കൽ ഉത്സാഹപൂർവം ഓടിയെത്തുകയും അള്ളാഹുവിനെ ഭയപ്പെടുകയും ചെയ്യുന്നവനോ, ഫഅൻത, അദ്ദേഹത്തെ അല്ല, ഫഅൻത, അപ്പോൾ താങ്കൾ, അൻഹു, അദ്ദേഹത്തെ തൊട്ട്, തലഹ, താങ്കൾ അശ്രദ്ധ കാണിക്കുന്നു, അവനോട് താങ്കൾ വിമ്മിട്ടം കാട്ടുന്നു. കല്ല, ഒരിക്കലുമല്ല. കല്ല, ശരിക്കും കല്ലയുടെ അവിടുത്തെ അർത്ഥം കല്ല, ഒരിക്കലും ഈ ശൈലി പാടില്ല. കല്ല, ഈ ശൈലി ഒരിക്കലും പാടില്ല. കല്ല, ഇന്നഹ, നിശ്ചയമായും ഇത്, ഇന്നഹ, നിങ്ങൾ ഈ പറഞ്ഞു കൊടുക്കുന്നത് എന്തറിയോ? തദ്കിറത്തുൻ, ഒരു ഉത്ബോധനമാണ്. ഫമൻ, ഏതൊരുത്തൻ, ഷാ, അവൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ, ദക്കറഹു, അവൻ അതിനെ ഓർത്തുകൊള്ളട്ടെ, ഇഷ്ടമുള്ളവൻ അത് സ്വീകരിക്കട്ടെ. ഇത് ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല. ഇതൊരു ഉത്ബോധനമാകുന്നു, ഇഷ്ടമുള്ളവർ അത് സ്വീകരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഞാൻ ഒന്നുകൂടി ഈ ഭാഗത്തേക്ക് ഇനി തിരിച്ചു വരികയാണ്. നമുക്കൊന്ന് വായിക്കാട്ടോ. നമ്മൾ തുടങ്ങിയിട്ട് ഒരു അരമണിക്കൂറിൽ കൂടുതലായല്ലോ, അതുകൊണ്ട് നമുക്കൊന്നുകൂടി വായിക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നിങ്ങൾ അർത്ഥത്തിലൂടെ വായിക്കണം കേട്ടോ. അബസ വതവല്ല അൻ ജാഅഹുൽ അഅമ വമാ യുദ്രീക ലഅല്ലഹു യസ്സക്ക ഔ യദ്ദക്കറു ഫതൻഫഅഹു الذിക്റ അമ്മാ മൻ ഇസ്തഗ്ന ഫഅൻത ലഹു തസദ്ദാ വമാ അലൈക അല്ലാ യസ്സക്ക വഅമ്മാ മൻ ജാഅക യസ്ആ വഹുവ യഖ്ശ ഫഅൻത അൻഹു തലഖ കല്ലാ ഇന്നഹാ തദ്കിറ ഫമൻ ശാഅ ദക്കറ. ഇനി ഒന്ന് നോക്കിയേ. ഈ പ്രഭാഷണത്തിലെ അബസ വതവല്ല, ഈ പ്രഥമ വാക്യത്തിന്റെ ശൈലിയിൽ വളരെ കൗതുകകരമായ ഒരു ധ്വനി അവിടെ അന്തർഭവിച്ചിട്ടുണ്ട്. അനന്തരവാക്യങ്ങളിൽ നെറ്റി ചുളിഞ്ഞ് തിരിഞ്ഞ് കളഞ്ഞത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെയാണെന്ന് സ്പഷ്ടമാക്കുന്ന വിധം അള്ളാഹുവിന്റെ റസൂലിനെ തന്നെ അഭിസംബോധനം ചെയ്തിട്ടുണ്ടെങ്കിലും ആ നടപടി ഉണ്ടായത് നബി തിരുമേനിയിൽ നിന്നല്ല, മറ്റാരിൽ നിന്നോ ആണ് എന്ന മട്ടിലാണ് ആ പ്രഭാഷണം ആരംഭിച്ചിരിക്കുന്നത്. ഇത്തരം ഒരു നടപടി നിങ്ങളിൽ നിന്ന് ഉണ്ടാവേണ്ടതല്ലായിരുന്നു. താങ്കളുടെ ഉന്നത സ്വഭാവ ഗുണങ്ങൾ അറിയുന്നവർ കണ്ടാൽ ഇത് താങ്കളല്ല, അത്തരം നിലപാടുകൾ അനുവർത്തിച്ചു പോരുന്ന മറ്റാരോ ആണെന്ന് വിചാരിച്ചു പോകും. അങ്ങനത്തെ ഒരു രീതിയിൽ, അതിസൂക്ഷ്മമായ ഒരു രീതിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മനസ്സിലാക്കി കൊടുത്തിരിക്കുകയാണ് ഈ അവതരണ ശൈലി. ഇനി നോക്കി, ഞാൻ വായിക്കുന്നത് പറഞ്ഞു തരുന്നത് നിങ്ങൾ ശ്രദ്ധിക്കണേ. ഇവിടെ ഈ കണ്ണ് കാണാത്ത ഒരാൾ എന്ന ആമുഖത്തിൽ ചൂണ്ടിക്കാണിച്ചതുപോലെ പ്രസിദ്ധ സ്വഹാബിയായ അബ്ദുല്ലാഹിബിൻ ഉമ്മി മക്തും റളിയല്ലാഹു അൻഹുവിനെയാണ്. ഇദ്ദേഹം ഉമ്മുൽ മുഅ്മിനീൻ ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുടെ
അമ്മായിയുടെ മകനാണെന്ന്. എങ്ങനെ? ഖദീജ ബീവിയുടെ അമ്മായിയുടെ മകനാണെന്ന് ഹാഫിദ് ഇബ്നു അബ്ദുൽ റബ്ബ് തന്റെ അൽ ഇസ്തിആബിദ്, അതേപോലെ തന്നെ ഇബ്നു ഹജർ തന്റെ ഗ്രന്ഥത്തിലൊക്കെ പ്രസ്താവിച്ചിട്ടുണ്ട്. അദ്ദേഹവുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കുള്ള ഈ ബന്ധുത്വം മനസ്സിലാക്കിയാൽ പിന്നെ അദ്ദേഹത്തെ ഒരു അപരിചിതനോ നിസ്സാരനോ ആയി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മനസ്സിലാക്കിയത് കൊണ്ടാണ് നബി നെറ്റി ചുളിച്ച് തിരിഞ്ഞു കളഞ്ഞത് എന്ന് പറയുന്നത് എന്താണ്? അത് ശരിയാവില്ലല്ലോ, അല്ലെ? അങ്ങനെയാണ്. അപ്പോ ഇവരുടെ പിന്നെ ഈ ഖുറൈശി പ്രമുഖന്മാരുടെ കാര്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു എന്ന് സംശയിക്കാൻ ഒരു ന്യായമല്ല അവിടെ. കാരണം ഇദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ബന്ധുവാണ്, തറവാട്ടുകാരനാണ്, തരം താന്നവനല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ഇദ്ദേഹത്തോട് പെരുമാറിയതിന്റെ യഥാർത്ഥ കാരണം ഇയാൾ കണ്ണ് കാണാത്ത ഒരാൾ എന്ന പദപ്രയോഗത്തിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവഗണനക്കുള്ള കാരണം എന്ന നിലയിലാണ് ഖുർആൻ തന്നെ ഇത് പരാമർശിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിചാരഗതി ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ചരിത്രം അങ്ങനെയാണ് പറയണത്. ഞാൻ ഇപ്പോൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഈ പ്രമാണിമാരിൽ ആരെങ്കിലും സന്മാർഗം സ്വീകരിക്കുകയാണെങ്കിൽ അത് ഇസ്ലാം ശക്തി പ്രാപിക്കാനുള്ള വലിയൊരു ഉപാധിയായി തീരാവുന്നതാണ്. മറിച്ച് ഈ പ്രമാണിമാരിൽ ആരെങ്കിലും മുസ്ലിമായാൽ ഉണ്ടാക്കാൻ കഴിയുന്ന അത്ര നേട്ടങ്ങൾ ഈ കണ്ണ് കാണാത്ത ഉമ്മി മക്തൂമിന് തന്റെ അവശതകൾ മൂലം ഇസ്ലാമിന് ഉണ്ടാക്കി കൊടുക്കാൻ കഴിഞ്ഞോളുന്നില്ല. അതുകൊണ്ടാണ് ഈ സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സംസാരത്തിൽ ഇടപെടാതിരിക്കുകയാണ് വേണ്ടത്. അദ്ദേഹത്തിന് വല്ലതും ചോദിക്കാനോ പറയാനോ ഉണ്ടെങ്കിൽ അതിന് ശേഷം എപ്പോൾ വേണമെങ്കിലും ആവാമല്ലോ എന്ന് അള്ളാഹുവിന്റെ റസൂല് വിചാരിച്ചിട്ടുണ്ടാകാം. ഇനി ഞാൻ പറയുന്നത് അടുത്തൊന്നുകൂടി ശ്രദ്ധിക്കണേ. ഈ പ്രബോധന പ്രവർത്തനങ്ങളിൽ ഈ സന്ദർഭങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവഗണിച്ചൊരു പോയിന്റ് ഏതായിരിക്കും? അത് മനസ്സിലാക്കി കൊടുക്കാനാണ് അള്ളാഹു ആദ്യമായി തന്നെ ഉമ്മു മക്തൂമിനോട് സ്വീകരിച്ച സമീപന രീതിയെ വിമർശിച്ചത്. കളിന്റെ കൂടെ നല്ല ശ്രദ്ധിക്കണം കേട്ടോ. ഒരു സത്യപ്രബോധകന്റെ ദൃഷ്ടിയിൽ യഥാർത്ഥത്തിൽ പ്രധാനപ്പെട്ട ഒരു സംഗതി എന്തായിരിക്കണമെന്നും എന്തായിരിക്കരുതെന്നും വിശദീകരിച്ചു തരികയാണ് ഇതിന്റെ തുടക്കത്തിൽ കേട്ടോ. ഒന്ന്, ഈ മനുഷ്യൻ അയാളുടെ ബാഹ്യമായ അവസ്ഥ വ്യക്തമായി അള്ളാഹ് പറഞ്ഞു തന്നു. സത്യാന്വേഷിയാണ് ഇദ്ദേഹം, അല്ലെ? താൻ മിഥ്യയെ പിന്തുടർന്ന് അള്ളാഹുവിന്റെ വെറുപ്പിനിരയായി തീരുന്നത് ഭയപ്പെടുന്ന ഒരാളാണ് അയാള്. അതുകൊണ്ട് അയാൾ സന്മാർഗജ്ഞാനം നേടാൻ സ്വയം ശ്രമിച്ചുകൊണ്ട് മുന്നോട്ട് വരികയാണ്. മറ്റേയാളോ അയാളുടെ നിലപാട് സ്വയം വിളിച്ചോതുന്നത് അയാളിൽ സത്യാന്വേഷണ താല്പര്യം ഇല്ല എന്നാണ്, അല്പം ഇല്ല എന്നാണ്. എന്ന് മാത്രല്ല, തന്നോട് സന്മാർഗോപദേശം നടത്തുന്ന ഈ ആള് തനിക്കാവശ്യമില്ലാത്തവനാണെന്ന് കരുതുകയും ചെയ്യുന്ന ഒരാളാണ് ഈ ശത്രുക്കള്. ഇവിടെ പരിഗണനീയമായ ഒരു സംഗതി, ഇവരിൽ ആര് വിശ്വാസം കൈക്കൊണ്ടാലാണ് ദീനിന് വളരെ നേട്ടമുണ്ടാവുക, ആരുടെ വിശ്വാസ സ്വീകാര്യമാണ് ദീനിന്റെ പ്രചാരണത്തിൽ കാര്യമായ നേട്ടങ്ങൾ സൃഷ്ടിക്കാൻ പര്യാപ്തമാവുക എന്നതല്ല, മറിച്ച് സന്മാർഗം സ്വീകരിച്ച് സംസ്കൃതനാവാൻ സന്നദ്ധനായിട്ടുള്ളത് ആരാണ്, മഹത്തായ ഈ സന്ദേശത്തെ ഒട്ടും വിലമതിക്കാത്തവൻ ആര് എന്നതാണ് ഇവിടുത്തെ പ്രധാനം. ഒന്നാമത്തെ ഇനത്തിൽപ്പെട്ട ഈ കണ്ണ് കാണാത്ത ഒരാള്, അയാൾ ആരാവട്ടെ കേട്ടോ, പ്രത്യക്ഷത്തിൽ ദീനി പ്രബോധനത്തിന് വലിയ സേവനമൊന്നും ചെയ്യാൻ യോഗ്യനെന്ന് തോന്നാത്തവനാകട്ടെ, ആരായാലും ശരി, അയാളാണ് സത്യപ്രബോധകന് വിലപ്പെട്ടവൻ. വാക്കുകൾ പ്രധാനമായി ശ്രദ്ധിക്കണം. ഇവിടെ വന്ന ആള് അന്ധനാവട്ടെ, മുടന്തനാവട്ടെ, മുറിക്കയ്യനാവട്ടെ, ഏഴയാവട്ടെ, ആരായാലും പ്രത്യക്ഷത്തിൽ ദീനി പ്രബോധനത്തിൽ വലിയ സേവനമൊന്നും ചെയ്യാൻ യോഗ്യനാണോ
അല്ലേ എന്നതൊന്നും ഇവിടെ നോക്കണ്ട. അയാളാണ് ഒരു സത്യപ്രബോധകനെ വിലപ്പെട്ട ആളെന്ന് പറയുന്നത്. കാരണം ഒരു ഈ പ്രബോധനത്തിന്റെ അടിസ്ഥാന ലക്ഷ്യം എന്ന് പറഞ്ഞത് എന്താണ്? ഒരു പ്രബോധകൻ ഇവിടെ പരിഗണിക്കേണ്ടത് എന്താണ്? അള്ളാഹുവിന്റെ ദാസന്മാരുടെ സംസ്കരണമാണ്. അയാള് സതുപദേശം ചെയ്യപ്പെട്ടാൽ സംസ്കാരം സ്വീകരിക്കുമെന്ന് അയാളുടെ അവസ്ഥയെക്കുറിച്ച് പറയണത്. രണ്ടാമത്തെ ചങ്ങായിയോ, അവനെ സംബന്ധിച്ചിടത്തോളം അയാള് സമൂഹത്തിൽ എത്ര ശക്തമായ സ്വാധീനമുള്ള ഒരാളാണെങ്കിലും സത്യപ്രബോധകൻ അയാളുടെ പിന്നാലെ നടക്കേണ്ട കാര്യമില്ല. കാരണം അയാള് സംസ്കാരം സ്വീകരിക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് അയാളുടെ പ്രത്യക്ഷ നിലപാട് വിളിച്ചു പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അയാളെ സംസ്കരിക്കാനുള്ള ശ്രമത്തിൽ സമയം വിനിയോഗിക്കുന്നത് വെറുതെ സമയം കളയലാണ്. അയാൾ നന്നാവാൻ വിചാരിക്കുന്നില്ലെങ്കിൽ നന്നാവണ്ട, അയാൾക്ക് തന്നെയാണ് അതിന്റെ നഷ്ടം. അതിൽ സത്യപ്രബോധകന് യാതൊരു ഉത്തരവാദിത്വവും ഇല്ല എന്നാണ് ഈ പറഞ്ഞതിന്റെ ഉദ്ദേശം. ഇനി അള്ളാഹുവിനെ സംബന്ധിച്ച് അവന്റെ ദിക്റിൽ ആ ദിക്ർ മറന്നുകൊണ്ട് ഭൗതികമായ സ്വന്തം സ്ഥാനമാനങ്ങളിൽ നകളിച്ച് ചെയ്യുന്നവർ, അങ്ങനെ ജീവിക്കുന്ന ആളുകൾക്ക് അനർഹമായ പ്രാധാന്യം കൽപ്പിക്കരുത് എന്നുകൂടി ഈ പറഞ്ഞതിന് താല്പര്യമുണ്ട്. നേരെ മനസ്സിലാക്കണേ. അള്ളാഹുവിന്റെ ദിക്റിനെ വിസ്മരിച്ചുകൊണ്ട് മറന്നുകൊണ്ട് ഭൗതികമായ സ്വന്തം സ്ഥാനമാനങ്ങളിൽ വലിയ നെകളിപ്പും നടക്കുന്ന ആളുകൾക്ക് അനർഹമായ പ്രാധാന്യം കൽപ്പിക്കരുത് കേട്ടോ. ഇസ്ലാമിക സന്ദേശം എന്നത് അതിനെ അവഗണിച്ച് പിന്തിരിഞ്ഞു പോകുന്ന ആളുകൾക്ക് ഏമിച്ച് അടിച്ചേൽപ്പിക്കേണ്ട ഒന്നല്ല. താങ്കൾ ഈ ആത്മവഞ്ചകരെ ഇസ്ലാമിലേക്ക് ആകർഷിക്കാൻ നടത്തുന്ന ഈ ശ്രമങ്ങൾ, താങ്കളുടെ താല്പര്യ സംരക്ഷണം അവരെ ആശ്രയിച്ചിരിക്കുന്നു എന്ന് അവരിൽ തെറ്റിദ്ധാരണയുളവാക്കുന്ന രീതിയിലാകുന്നത് നിങ്ങളുടെ നിലവാരത്തിന് ചേർന്നതല്ല. ഞാൻ പറഞ്ഞ നിങ്ങൾക്ക് മനസ്സിലായോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാണ്, ഈ ശത്രുക്കൾ വന്നാൽ മാത്രമേ ഇസ്ലാമിന് നിലനിൽപ്പുള്ളൂ എന്ന ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ അത് സത്യത്തിൽ അവർക്കൊരു തെറ്റിദ്ധാരണ ഉണ്ടാക്കും. പൊതുവെ ഇന്നൊക്കെ സമൂഹത്തിൽ നമുക്കൊക്കെ കാണാൻ കഴിയാവുന്ന ഒരവസ്ഥയാണത്. അതുകൊണ്ട് ഇവര് വിശ്വസിച്ചാലേ പ്രബോധനം വിജയിക്കുള്ളൂ എന്നും ഇല്ലെങ്കിൽ പരാജയപ്പെടുമെന്നും വിചാരിക്കരുത്. സത്യത്തെ അവരെത്രത്തോളം വില വെക്കുന്നില്ലയോ അത്രത്തോളം സത്യം അവരെയും വിലവെക്കുകയില്ല എന്ന് നബിയെ നിങ്ങൾ തിരിച്ചറിയണം എന്ന വളരെ അതിഗൗരവമായ കുറച്ച് കാര്യങ്ങളാണ് പ്രിയപ്പെട്ടവരെ ഈ സൂറകളിലൂടെ അള്ളാഹു നമ്മൾക്ക് പറഞ്ഞു തരുന്നത്. ഇനി ഒന്നുകൂടി ആലോചിക്കേ. അബസ വതവല്ല, അല്ലെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര്, ഇനി ഞാൻ ഈ പറഞ്ഞതൊക്കെ നിങ്ങൾ ഒരു ഭാഗത്ത് ഇങ്ങനെ വെച്ചിട്ട് ചിന്തിക്കണം. നബിന്റെ പേര് ഇവിടെ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. പിന്നെ ആരോ ഒരാള് അഥവാ ഭൗതിക ജീവിതത്തില് വലിയൊരു സ്ഥാനമാനങ്ങളൊന്നും ഇല്ലാത്ത ഒരാള് നബിയുടെ ഇവരുടെ അടുക്കൽ വന്നു. അപ്പോ അയാളുടെ വരവിന്റെ ഉദ്ദേശം എങ്ങനെയാണ്? എനിക്കെന്തെങ്കിലുമൊക്കെ പറഞ്ഞു തരണം നബിയെ എന്ന് പറഞ്ഞിട്ടാണ് ഒരു ഭാഗത്ത്. വേറൊരു ഭാഗത്ത് എന്താണ്? നിങ്ങളിതൊന്ന് സ്വീകരിക്കോ, നിങ്ങളൊന്ന് പഠിക്കോ എന്ന് പറയുന്ന രണ്ട് ഭാഗം. ഒരു മുസ്ലിം എപ്പോഴും പരിഗണിക്കേണ്ടത് നിങ്ങളിതൊന്ന് സ്വീകരിക്കോ എന്നതല്ല, മറിച്ച് ആര് സ്വീകരിച്ചാലും ഇല്ലെങ്കിലും നമ്മുടെ പ്രവർത്തനങ്ങൾ നമുക്ക് തുടരാം. പക്ഷെ അത് ഒരിക്കലും സത്യം സ്വീകരിക്കാൻ വേണ്ടി താല്പര്യം പ്രകടിപ്പിച്ചുകൊണ്ട് വരുന്ന ആളുകളെ അവഗണിച്ചുകൊണ്ടുള്ള ഒരു പ്രവർത്തനം ഒരു ഭാഗത്ത് നിന്ന് വരരുത് എന്നതാണ് അവിടെ പറഞ്ഞത്. രണ്ടാമത് ഒന്നുകൂടി മനസ്സിലാക്കൂ സഹോദരങ്ങളെ. ഇനി ഞാനും നിങ്ങളും നമുക്ക് ഇവിടുന്ന് കിട്ടേണ്ടുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു സംഗതിയുണ്ട്. ഒരു സ്ഥലകാല സന്ദർഭങ്ങളെ പോലും പരിഗണിക്കാതെ അള്ളാഹുവിന്റെ റസൂലിന്റെ അടുക്കല് ഭൗതികമായി
ഒരുപാട് തടസ്സങ്ങൾ ഉണ്ടായിരിക്കെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തടസ്സമാണല്ലോ കണ്ണ് കാണൂല എന്നുള്ളത്. പണ്ട് കണ്ണ് കാണാത്ത എനിക്ക് ഞാനെന്തിനാണ് അത്ര പ്രയാസപ്പെട്ട് അതൊക്കെ പഠിക്കാൻ പോണത് എന്ന് വിചാരിക്കാൻ പറ്റാവുന്ന എല്ലാ ഭൗതിക കാരണങ്ങളും ഇദ്ദേഹത്തിനുണ്ട്. എന്നിട്ട് കൂടി ആ സന്ദർഭം എന്താവട്ടെ, നബിയുടെ അടുക്കൽ ചെന്നുകൊണ്ട് ഇദ്ദേഹം പറയുന്ന പദം എന്താണ്? റസൂലേ, നിങ്ങള് ഒരു ദീന് പഠിപ്പിച്ചു തരണം, എനിക്ക് സംസ്കരണം വേണം, എനിക്ക് നന്നാവണം എന്ന ചിന്തയോടുകൂടിയാണ് അദ്ദേഹം വരുന്നത്. എനിക്ക് തോന്നുന്നുണ്ട് നമ്മുടെയൊക്കെ കാരണവന്മാര് ഇന്ന് ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യാന്നറിയാം? ഇപ്പൊ നമ്മുടെ MEP തന്നെ നിങ്ങൾ നോക്കിയേ, നമ്മുടെ ആൾക്കാർക്ക് എന്തെല്ലാം അസൗകര്യം. ഞാൻ കുറ്റം പറയാന്ന് ഒരിക്കലും തോന്നരുത് കേട്ടാ, നമ്മൾ സ്വന്തമായിട്ടൊന്ന് ആലോചിക്കാൻ വേണ്ടി സൂചിപ്പിക്കുകയാണ്. ഒരു ഫോളോ അപ്പ് വർക്ക് നടത്തണം, 5 ആൾക്കാരെ ഏൽപ്പിച്ചു കൊടുത്തിരിക്കുകയാണ്. എന്താണ്? മറ്റയാൾ എന്താ വന്നില്ല, ഇയാൾ എന്തുകൊണ്ട് കേറിയില്ല? നമുക്ക് വേണ്ട എന്തുള്ളൂ, ഒരു അരമണിക്കൂർ അള്ളാന്റെ ദീൻ ഇങ്ങനെ ഒന്ന് കേൾക്കാൻ വേണ്ടി ആഴ്ചയിൽ നമ്മളൊന്ന് ഒരുമിച്ച് കൂടുക മാത്രമേ ഉള്ളൂ. അതിനെന്നെ എത്ര ആളുകൾ അതിന്റെ പിന്നാലെ നടന്നിട്ട് എന്താ നിങ്ങൾ വന്നില്ലേ എന്ന് നമ്മൾ ഇങ്ങനെ ചോദിക്കണം. സത്യത്തിൽ ഇവിടെ എന്ത് മനസ്സാ നമുക്ക് വേണ്ടതെന്നറിയോ? എന്തെല്ലാം തിരക്കുകൾ ഉണ്ടെങ്കിലും ഏത് സന്ദർഭമാണെങ്കിലും ശരി, അള്ളാഹുവേ നിന്നെ പഠിക്കാൻ, നിന്നെ ഉൾക്കൊള്ളാൻ എനിക്ക് സാധിക്കണേ എന്ന ഒരു ചിന്തയോടുകൂടി പഠിക്കാനുള്ള ഒരു ത്വര ഉണ്ടല്ലോ, അതാണ് ഒരു മുഅ്മിനിനെ അതിന്റെ ദീനിന്റെ വെളിച്ചത്തിലേക്ക്, ഒരു ആത്മസംതൃപ്തിയിലേക്ക്, ആത്മസംസ്കരണത്തിലേക്ക് എത്തിക്കുക. പ്രിയപ്പെട്ടവരെ, അവിടെ നമ്മളൊന്ന് ശരിക്കും ആലോചിച്ച് നോക്കുക. എന്തുകൊണ്ട് നമുക്ക് ഈ ദീന് വേണ്ടത്ര ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല? നമ്മൾ അതിനത്രേ പരിഗണന കൊടുക്കണുള്ളൂ. നമ്മൾ എന്താണെന്ന് ഒരു പാലിട്ടാല് അതിന്റെ നടുക്കിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വഴിയൊപ്പല്ലേ? നമുക്ക് വേണം എന്ന് തോന്നിയാലല്ലേ അതിനുള്ള തൗഫീക്ക് ഉണ്ടാവുള്ളൂ. ഈ സ്വഹാബികൾ എങ്ങനെയാണ്? ഈ സ്വഹാബികളൊക്കെ ഇന്ന് ഇദ്ദേഹത്തിന്റെ കാര്യം മാത്രമല്ല കേട്ടോ, ബാക്കിയുള്ള ആളുകളൊക്കെ പരമദരിദ്രന്മാരാണ്. ആ ദരിദ്രന്മാരെല്ലാവരും പകല് പണിക്ക് പോയിട്ട് വൈകുന്നേരം വന്ന് നബിന്റെ അടുക്കൽ ചെന്നിരുന്ന്, നബിയെ ഞങ്ങൾക്ക് ദീന് പറഞ്ഞു തരീം, ഇനിയും പഠിപ്പിച്ചു തരൂ എന്ന് പറഞ്ഞിട്ടാണ് അവര് വരണത്. നമ്മളിപ്പോ എന്താ ചെയ്യണമെന്ന് വെച്ചാല്, എന്നാ പിടിച്ചോ, എന്നാ കേട്ടോ, എന്നാ സ്വീകരിച്ചോ, ഞങ്ങൾക്കൊന്നും അതിന് നേരല്ല എന്ന് വരുന്നൊരു മാനസികാവസ്ഥ പ്രിയരെ നമുക്കുണ്ടാവരുത്. ഞാൻ ഇങ്ങനെ പറഞ്ഞതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് വരുന്നറിയോ? ഒരു വെറുപ്പോ വിദ്വേഷം വരാനല്ല ഞാൻ ഈ പറയണത്, മറിച്ച് അങ്ങനെ അല്ലേ എന്നൊന്ന് നമ്മളെ കുറിച്ചൊന്ന് ചിന്തിക്കാനാണ്. എന്ന് നമ്മൾ ഇങ്ങനെ ഏമിച്ചു കൊടുക്കാന്ന് പറയും ഞങ്ങള് നാട്ടില്. ഇങ്ങനെ എന്നാ നീ ഇതൊന്ന് സ്വീകരിക്കടാ, ഇതൊന്ന് കേൾക്കടാ, നമ്മൾ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ്. സത്യത്തിൽ അങ്ങനെ കൊടുക്കുന്നതിനൊരു വില ഉണ്ടാവൂലേ എന്നുള്ളത് ഒരു പ്രശ്നമാണ്. നമ്മൾക്ക് സ്വന്തമായി ഇത് വേണം എന്നൊരു താല്പര്യം വരണം, അല്ലെ? അങ്ങനെ വരുന്ന ഒരാളെ സ്നേഹത്തോടുകൂടി സ്വീകരിക്കാൻ നമുക്ക് കഴിയണം. നമ്മുടെ സ്നേഹത്തിന്റെ, നമ്മുടെ കാരുണ്യത്തിന്റെ വലയത്തിൽ നിന്ന് ഒരിക്കലും അയാൾ പുറത്തു പോകാൻ പാടില്ല. ഇതിനകത്തുണ്ടാവണം. അയാൾക്കുള്ളൊരു പരിഗണന ഉണ്ടല്ലോ, ആ പരിഗണനയാണ് ദീനിൽ ഏറ്റവും കൂടുതൽ കിട്ടേണ്ടത് എന്നുകൂടി ഇവിടെ ഒരു ഓർമ്മപ്പെടുത്തലുണ്ട് എന്ന് നമുക്ക് വായിക്കാം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ആരെയും അവഗണിക്കുന്ന ഒരു ചെറിയ ലാഞ്ചന പോലും വരരുത്. ഇനി വേറൊരു വാക്കുകൂടി ഇവിടെ നമുക്ക് പഠിക്കാനുണ്ട്. ഇവിടെ നബിന്റെ അടുക്കൽ നിന്ന് ഒരു അവഗണന വന്നു എന്ന് അല്ലട്ട ഈ പറയണത്. മഹദല്ല, അങ്ങനെ ഹബീബായ റസൂല് ചെയ്യില്ല എന്ന് എനിക്കും നിങ്ങൾക്കൊക്കെ അറിയാം. പക്ഷെ റസൂലുള്ളാന്റെ അപ്പത്തെ സന്ദർഭം ഏതാണ്? അതും കൂടി നിങ്ങൾ നേരെ പഠിക്കണം. ഇവിടെ ഖദീജ ബീവിയുമായി ഏറ്റവും അടുത്ത ബന്ധമുള്ള, കാരണം ഈ ഉമ്മു മക്തൂമിന്റെ മാതാവ് ഖദീജ ബീബി റളിയല്ലാഹു അൻഹയുടെ പിതാവ് ഹുവൈലിദിന്റെ സഹോദരിയാണ് എന്നാണ്. അങ്ങനെയാണ്. ഖദീജ ബീവിന്റെ ഇപ്പാന്റെ പെങ്ങളുടെ മകനാണ് ഇദ്ദേഹം എന്നാണ്. അപ്പോ ഇങ്ങനെ ഒരാൾ വന്നു എന്നുള്ള തന്നെ, എന്നാ ഇരിക്കുകയാണെങ്കിൽ ഞാൻ മെല്ലെ പറഞ്ഞുതരാം, ഞാൻ ഇവിടെ ഇപ്പൊ ഒരു പണിയെടുക്കുകയാണ് എന്ന് മാത്രമാണ് ആ പറഞ്ഞതിന്റെ അർത്ഥമുള്ളൂ. പക്ഷേ അത്ര പോലും ഒരു അവഗണനയോ സംഘങ്ങളോ നമ്മുടെ ഭാഗത്ത് നിന്ന് പരസ്പരം വരാൻ പാടില്ല എന്നൊരു ഓർമ്മപ്പെടുത്തൽ കൂടി ഇവിടെ ഉണ്ട് എന്ന് നമുക്ക് വായിക്കാം.
അതുകൊണ്ട് സ്നേഹമുള്ളവരെ, നീ ഞാന് ആ ഖുർആനെ കുറിച്ചാട്ടോ കല്ല ഇന്നഹ തദിക്കിറ എന്ന് പറയണത്, അത് നമ്മളിപ്പോ എടുത്തിട്ടില്ല. കാരണം അതിലേക്ക് പോയാല് ഇനിയും നമുക്ക് കുറച്ചുകൂടി പഠിക്കാനുണ്ട്. ആ കിറാമിൻ ബററ എന്നത് വരെ 16 വരെ എവിടെ കല്ല ഇന്നഹ തദിക്കിറ ഫമൻ ഷാ അദക്കറ ഫി സുഹഫി മുക്കറമ മർഫുഅത്തി മുത്തഖറ ബിഐദി സഫറ കിറാമിൻ ബററ അതുവരെ ഖുർആനെ കുറിച്ചാണ് പറയുന്നത്. അത് ഞാൻ ഇൻഷാ അള്ളാ അടുത്ത ആയത്തിലൂടെ പറഞ്ഞുതരാം. നമുക്ക് നല്ലൊരു വ്യക്തിത്വം നമുക്ക് ഉണ്ടാവണം, നല്ലൊരു കൂട്ടായ്മ ഉണ്ടാവണം, ആകർഷണീയമായ സ്വഭാവം ഉണ്ടാവണം. മാത്രമല്ല ഇവിടെ ഒരു കാര്യം കൂടി ഞങ്ങൾ മനസ്സിലാക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നേർക്ക് നേരെയാണെങ്കിലും ഒരു വിമർശന ശൈലിയില് അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ആയത്തിറക്കി കൊടുത്തല്ലോ. ഈ ഉമ്മി മക്തൂമിന് പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്ത സ്ഥാനം നിങ്ങൾ കാണണം. സാധാരണ ഒരാളുടെ വിഷയത്തിൽ നമ്മളുടെ ഉയർന്ന ഒരാള് ആക്ഷേപിക്കാൻ ഇടവരുന്നൊരു സന്ദർഭം വന്നാല് അയാൾ ആ വന്നത് കൊണ്ടാണെന്ന് എനിക്ക് ഇയാളടുത്ത് നിന്ന് ചീത്ത കേൾക്കേണ്ടി വന്നത് ആ ചെങ്ങാതി എന്ന് പറഞ്ഞിട്ട് അങ്ങനെയല്ലേ വരിക? അങ്ങനെ അല്ലായിരുന്നു ഹബീബായ റസൂൽ കണ്ടത് കേട്ടോ. മറിച്ച് പിന്നീട് ഒരിക്കലും അബ്ദുല്ലാഹിബിൻ ഉമ്മി മക്തൂമിന്റെ സ്ഥാനത്തിന് എവിടെയും ഒരു കുറവ് വന്നില്ലെന്ന് മാത്രമല്ല, ഒരു വ്യക്തിക്ക് ഇസ്ലാമിക സമൂഹത്തിൽ ലഭിക്കുന്ന ഏറ്റവും ഉയർന്ന സ്ഥാനമാണ് അവരുടെ ഇമാറത്ത്, പള്ളിയുടെ ഇമാറത്ത് കൊടുക്കുക എന്ന് പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും കൂട്ട് സഹാബത്തും മദീനക്ക് വെളിയിലേക്ക് പോകുന്ന വേളയിൽ ഇദ്ദേഹം എന്ത് ചെയ്യുന്നറിയോ? ആ പള്ളിയുടെ സ്ഥാനവും എല്ലാം കൊടുക്കുക, അവിടുത്തെ പള്ളിയിലെ ഇമാമാക്കിയിട്ട് അബ്ദുല്ലാഹിബിൻ ഉമ്മി മക്തൂമിനെ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിയോഗിക്കാറുണ്ട്. പിന്നെ അബ്ദുല്ലാഹിബിൻ ഉമ്മി മക്തൂമിന്റെ ഒക്കെ ചരിത്രങ്ങൾ അവസാനം നമുക്കൊന്ന് പഠിക്കേണ്ടതുണ്ട് കേട്ടോ. കാരണം അദ്ദേഹം വളരെ ആവേശകരമായി ജിഹാദ് ചെയ്യുന്ന കഥകളൊക്കെ നമുക്ക് പഠിക്കണം. അതൊക്കെ നമുക്ക് പറഞ്ഞു തരേണ്ടത്. ഏതായാലും നമ്മളുടെ സ്വഭാവം എന്താകണം? വളരെ വിശിഷ്ടമായ സ്വഭാവത്തിന്റെ ഉടമകളാവണം എന്നാണ് നമ്മളോട് ഈ പറഞ്ഞതിനർത്ഥം അല്ലെ. അബസ വതവല്ല, അദ്ദേഹം മുഖം ചുളിച്ച് നെറ്റി ചുളിച്ച് തിരിഞ്ഞു കളഞ്ഞുവല്ലോ. അൻജാഅഹുൽ അഅമ, ആ അന്ധൻ തന്നെ സമീപിച്ചതിന്റെ പേരിൽ ഫമായുദ്രീക ലഅല്ലഹു യസ്സക്ക, താങ്കൾക്ക് എന്തറിയാം, ഒരു വേള അയാൾ വിശുദ്ധി സ്വീകരിച്ചേക്കാമല്ലോ, വിശുദ്ധി ആർജിച്ചേക്കാമല്ലോ. ഔ യദ്ദക്കറു ഫതൻഫഅഹു ദിക്റ, അല്ലെങ്കിൽ ആ ഉപദേശം അദ്ദേഹം ശ്രദ്ധിക്കുകയും അത് അയാൾക്ക് പ്രയോജനപ്പെടുകയും ചെയ്തേക്കാമല്ലോ. അമ്മാ മനിസ്തഗ്ന, എന്നാൽ സ്വയം പോന്നവനായി ചമയുന്നവനാരോ ഫഅൻത ലഹു തസദ്ദ, അവനെയാണ് നിങ്ങൾ ശ്രദ്ധിക്കുന്നത്. വമാ അലൈക അല്ലാ യസ്സക്ക, അവൻ നന്നായില്ലെങ്കിൽ നിങ്ങൾക്ക് എന്തേ. വഅമ്മാ മൻ ജാഅക യസ്അ വഹുവ യഖ്ശ, എന്നാൽ അങ്ങയുടെ അടുക്കൽ ഓടിയെത്തുകയും അള്ളാഹുവിനെ ഭയപ്പെടുകയും ചെയ്യുന്നവനോ. അപ്പൊ നമ്മളെങ്ങനെയാണ് ദീന് പഠിക്കാൻ പോകേണ്ടത് എന്നുള്ളതാണ് ആ പറഞ്ഞതിനർത്ഥം. സഹാബികൾ എങ്ങനെയിരുന്നു എന്നാ ഖുർആൻ പറഞ്ഞത്? ഓടി അടുക്കാൻ ശ്രമിക്കുകയാണ്. ഇനിയും പറഞ്ഞുകൊണ്ട് റസൂലേ, ഇനിയും ഇനിയുണ്ടോ എന്നാണ്. നമ്മളെങ്ങനെ അറിയാം? മതിയായില്ലേ, എത്ര നേരമായി ഇപ്പത്, എന്താ നിർത്താന്നല്ല, ഇനിയും ഉണ്ടോ എന്നാണ് അവരുടെ ഓട്ടം. അങ്ങനെയാണ്. നിന്റെ അടുക്കൽ ഓടിയെത്തുകയും അള്ളാഹുവിനെ ഭയപ്പെടുകയും ചെയ്യുന്നവനോ ഫഅൻത അൻഹു തലഖ, അവനോട് താങ്കൾ വിമ്മിട്ടം കാട്ടുകയും ചെയ്യുകയാണ്. കല്ലന്റെ അർത്ഥം ഞാൻ പണ്ട് പ്രാവശ്യം നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. കല്ലൊരു ഭയങ്കര ഗൗരവമുള്ളൊരു വിഷയമാണ് കേട്ടോ. കല്ല എന്ന് പറയണത് അശ്രദ്ധയിൽ നിൽക്കുന്ന ഒരാളുടെ ശ്രദ്ധയെ തിരിച്ചു കൊണ്ടുവരാൻ ഉപയോഗിക്കുന്ന പദമാണ് കല്ല എന്ന് പറയുന്നത്. കല്ല, ഈ നിലപാടുകൾ തെറ്റാണ്, അതൊരിക്കലും പാടില്ല എന്നുള്ളതാണ്. ബാക്കി ഇൻഷാ അല്ലാഹ് നമുക്ക് പഠിക്കട്ടെ. ഒന്നുകൂടി ഒന്ന് വായിക്കി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അബസ വതവല്ല, ഓതണേ. അബസ വതവല്ല അൻജാഅഹുൽ അഅമ വമാ യുദ്രീക ലഅല്ലഹു യസ്സക്ക ഔ യദ്ദക്കറു ഫതൻഫഅഹു ദിക്റ അമ്മാ മനിസ്തഗ്ന
فأنت له تصدى وما عليك ألا يزكى وأما من جاءك يسعى وهو يخشى فأنت عنه تلهى كلا إنها تذكرة فمن شاء ذكرى. സഹോദരങ്ങളെ, ഇത് നിങ്ങൾ നന്നായിട്ട് വായിക്കാം. മറ്റ് നമ്മൾ പഠിച്ചുപോയ 2 സൂറകളും നിങ്ങളൊന്ന് ശ്രദ്ധയോടുകൂടി ഇനിയും വായിക്കണം. ഇൻഷാ അല്ലാ അതിനെ രണ്ടിനെയും ബേസ് ചെയ്തിട്ട് നമുക്കൊരു പരീക്ഷയും ഇടാൻ വേണ്ടി ശ്രമിക്കാം. അതിന്റെ ഈ രീതികളെല്ലാം ബന്ധപ്പെട്ട ആളുകൾ നിങ്ങൾക്ക് നിർദ്ദേശങ്ങൾ തരും. അതുകൊണ്ട് നമ്മളൊരു പുതിയ സൂറത്തിലേക്കാണ് കിടക്കുന്നത്. ആ സൂറ തന്നെ വളരെ ഗഹനമായ വിഷയങ്ങളാണ് നമുക്ക് അറിയിച്ചു തരുന്നത്. ശ്രദ്ധിക്കുക, പഠിക്കുക. എപ്പോഴും പഠനത്തോട്, ദീനി കാര്യങ്ങളോടുള്ള താല്പര്യമാണ് നമ്മൾ ഈ സൂറയിൽ പ്രധാനമായും നമ്മൾ എടുക്കേണ്ടത്. എനിക്ക് വേണം, സാഹചര്യങ്ങൾ എനിക്ക് ഉപയോഗപ്പെടുത്തണം എന്ന മാനസികാവസ്ഥ നമുക്ക് ഉണ്ടാവണം. ശ്രദ്ധിക്കണം. ആ മനസ്സുമായി നമ്മൾ മുന്നോട്ട് പോവുക. അപ്പൊ നമുക്ക് അള്ളാഹു തൗഫീഖിനെ തരും. പ്രാർത്ഥിക്കുക, അള്ളാഹു നമ്മെ തുണക്കുമാറാവട്ടെ. അവന്റെ ഇഷ്ടദാസന്മാരുടെ കൂട്ടത്തിൽ അള്ളാഹു ഉൾപ്പെടുത്തുമാറാവട്ടെ. ഖുർആനിന്റെ വെളിച്ചം, ദീനിന്റെ വെളിച്ചം ഖൽബ് നിറച്ച് ആ വെളിച്ചത്തിലൂടെ സന്തോഷത്തോടുകൂടി സഞ്ചരിക്കുന്ന, നടന്നു നീങ്ങുന്ന നല്ലവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. വസല്ലല്ലാഹു തആല വസല്ലമ അലാ ഖൈരി ഖൽഖിഹി നബിയിന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. വസ്സലാമുൻ അലൽ മുർസലീന വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് വഅതൂബു ഇലൈഹി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.